എടാ, എനിക്ക് രാജ്യസ്നേഹമില്ലെന്നാണോ നീ പറയുന്നത്? എങ്കിൽ നീ നോക്കിക്കോ, ഇന്ന് മുതൽ ഞാൻ ഒരു തരത്തിലുള്ള വിദേശ വസ്തുക്കളും ഉപയോഗിക്കില്ല. നീ എന്തു ചെയ്യും? അച്ഛൻ നോക്കിക്കോ, ഇനി മേലിൽ ഞാനൊരൊറ്റ ഇംഗ്ലീഷ് പരീക്ഷയിലും പാസ്സാവില്ല. രാജ്യസ്നേഹം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അച്ഛനൊന്ന് വയസ്സായിക്കോട്ടെ, വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുപോയിടും ഞാൻ. അപ്പളേ ഈ അച്ഛൻ പഠിക്കൂ. എന്താടാ വിറുവിറുക്കുന്നത്? ഐസ്ക്രീം കഴിക്കാൻ കൊതിയാവുണ്ടെന്ന് പറയായിരുന്നു. ഓ, ഇപ്പൊ തന്നെ 3 പേരായി. ഇനിയിപ്പൊ അവനെ കൂടെ കേട്ടാനിട്ടാ. ചേട്ടാ, ചുമക്കുള്ള ഒരു മരുന്ന് വേണം. ടോണിക്കാണോ? ഏയ്, ടോണിക്കൊന്നും അല്ല, എന്റെ വല്യമ്മച്ചിക്കാ. വേണ്ടേ, എന്റെ കാലിൽ ചെരിപ്പുണ്ട്. അതിനെന്റെ ഹൃദയം അമ്പലമൊന്നും അല്ല. ഇങ്ങ് കേറിപ്പോര്. എന്താ അമ്മാവായുടെ? ബസ് കേറുവാൻ നിക്കുവാ കുഞ്ഞെ. ബസ് കയറാനോ? എന്നാ റോഡിന്റെ നടുവ് ചെന്ന് നിക്ക്. ബസ് നന്നായി കേറിക്കോളും. ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയത് പോലുമില്ല. ഇനി തല്ലിയ ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോൻ അടിക്കാനൊന്നും പോവണ്ട, മാഷിനോട് പറഞ്ഞാ മതി. ആ മാഷ് തന്നെ ഈ രാജേഷ്.